പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള തർക്കമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജിൻഡോ പറഞ്ഞു ഗബ്രി അല്ല നീയായിരുന്നു പോകേണ്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിശക്തമായിട്ട് തന്നെ ജാസ്മിൻ നല്ല പോലെ എതിർത്ത് ജിൻഡോനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗബ്രി പോയതുകൊണ്ട് ജാസ്മിന് ചിലപ്പോൾ ഒരു ഫൈറ്റിംഗ് മൂഡ് ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ ജാസ്മിൻ അങ്ങ് തകർത്ത് കളഞ്ഞു. അത്രയ്ക്ക് പവർഫുൾ പെർഫോമൻസ് ആയിരുന്നു ജാസ്മിൻ്റെ. എന്ന് പറഞ്ഞ പെരും കള്ളനാണ് നിങ്ങൾ. ജാസ്മിൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നപ്പോൾ ഗബ്രി നോക്കിക്കൊണ്ട് നിന്നു എന്ന് ശരണ്യയും നോറയും പറഞ്ഞു എന്ന് വലിയ കള്ളത്തരം പറഞ്ഞ ആളാണ് നിങ്ങളെന്നൊക്കെ പറഞ്ഞ് ജിൻഡോനോട് ജാസ്മിൻ അതിശക്തമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പം ജിൻഡോ ഇതൊന്നും അറിയാത്ത പോലെ ഞാനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശരണ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതിപ്പോൾ എന്താ എൻ്റെ പേര് ഇവർ പറയണേന്ന് വിചാരിച്ചിട്ടായിരിക്കും ശരണ്യ അങ്ങോട്ട് വരുന്നുണ്ട്. ജിൻഡോ പറയുന്നുണ്ട് നീ ഒറ്റ ഒരുത്തിക്കാരനാണ് ഗബ്രി പോയത്, അല്ലെങ്കിൽ നീ ആയിരുന്നു പോകണ്ടേന്ന് പറയുന്നുണ്ട്. പക്ഷെ ജാസ്മിൻ അവിടെയും തളരുന്നില്ല. ജാസ്മിൻ പറയുന്നുണ്ട് അതെൻ്റെ മിടുക്കെന്ന് തിരിച്ച് ജിൻഡോനോട് അതിലും സൗണ്ടിൽ പറയുന്നുണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട് ജിൻഡോനോട് കള്ളം പറയാതെ നേരെ നിന്ന് മനുഷ്യൻ്റെ മുഖത്ത് നോക്കി നിനക്ക് എന്തെങ്കിലും പറയാനറിയോ? നിനക്ക് നട്ടലുണ്ടോ? നീ നിന്ന് മുള്ളത്തേ ഉള്ളൂ, നീ വിറക്കേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ ജിൻഡോയെ നല്ല രീതിയിൽ തന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട് ആണിനെ പോലെ നട്ടലുള്ള പെമ്പിള്ളാരോട് നിന്ന് നേർക്ക് സംസാരിക്കാൻ ജിൻഡോയ്ക്കാവില്ല എന്നൊക്കെ ജാസ്മിൻ അത് ശക്തമായി ജിൻഡോനോട് പറയുന്നുണ്ട്. പക്ഷെ ജിൻഡോ അതിനെതിർത്തും പറയുന്നുണ്ട് ഞാൻ സംസാരിക്കും, നീയായിരുന്നു ഇവിടുന്ന് പോകേണ്ടത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ജിൻഡോയും ജാസ്മിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും കാണിക്കാതെ നീ നട്ടല്ലോടെ നിന്ന് കളിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ആ നട്ടലുള്ള ഒരുത്തനെ ഇപ്പോൾ ഇവിടുന്ന് പോയേന്നൊക്കെ ജാസ്മിനോട് ജിൻഡോ പറയുന്നുണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട് നീ എന്തിനാ അവനെ പറയുന്നത്, നീ എന്നെ പറയുക എന്നൊക്കെ ജാസ്മിൻ ജിൻഡോനോട് പറയുന്നുണ്ട്. ജാസ്മിൻ ഉപയോഗിക്കുന്ന വേർഡൊക്കെ നീ, ആണുങ്ങൾ, മൂത്രം ഒഴിക്കും, അങ്ങനെയുള്ള വേർഡ്സാണ് ജാസ്മിൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. എനിക്കറിയില്ല ജാസ്മിൻ ഈ ഒരു ദേഷ്യം വരുമ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ എവിടുന്ന് വരുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊന്നും അറിയുന്നില്ല. ജിൻഡോ പറയുന്നുണ്ട് പോകേണ്ടത് നീയായിരുന്നു, അബദ്ധം പറ്റിയതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് വിഷമായോ, പോടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഇനിയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ കളിക്കുകയാണ്. കുറച്ച് ബാഡ് വേർഡ്സൊക്കെ മാറ്റി വെച്ച് ദേഷ്യപ്പെടുമ്പോൾ കുറച്ചും കൂടി പക്വതയോടെയൊക്കെ ഓരോ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ സീസണിൻ്റെ വിന്നറാകാനുള്ള എല്ലാ കാര്യങ്ങളും ജാസ്മിൻ്റെ അടുത്തുണ്ട്. കാരണം ജാസ്മിൻ ഭയങ്കര സ്ട്രോങ് ആണ്.